എൻ്റെ എല്ലാ കുട്ടികൾക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നുപോലെ കേട്ടോ. ഞങ്ങൾ 8ാം ക്ലാസ്സിൻ്റെ ഒത്തിരി സബ്ജക്റ്റുകൾ സയൻസും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി ഹിന്ദിയും മാത്സും ഒക്കെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നോക്ക്, നമ്മൾ കോശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോശത്തിൽ പല പല ഭാഗങ്ങളുണ്ടെന്നും അവയുടെ ധർമ്മങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. അപ്പോൾ ഈ പാർട്ടിൽ നമുക്കിതിനകത്ത് ഓരോന്നും ഫില്ല് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലൊരു ചെറിയൊരു പ്രവർത്തനമുണ്ട്, അത് നോക്കാം. സോ ആദ്യം തന്നെ പറയേണ്ടത് ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഫേനം എന്ന് പറയുന്നതാണ്. ഫേനത്തിന് ടോണോപ്ലാസ്റ്റ് എന്ന ഒരു സ്ഥലത്താൽ ഫേനം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫേനത്തിന് പുറമേയുള്ള ഒരു സ്ഥലമാണ് എന്ത്, ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിച്ച് വെക്കുന്ന ആളാണ് ആര്, ഈ ഫേനം എന്ന് പറയുന്നത്. അടുത്ത നോക്കി, ഇങ്ങനെ ചുളിവുകളുള്ള കുറേ ചുളിവുകളുള്ള ഭാഗം കോശത്തിൻ്റെ ഉള്ളിൽ, അതിന് നമ്മൾ എന്താ പറയുക, അതിന് നമ്മളെ പറയുന്ന പേരാണ് ഗോൾജി കോംപ്ലക്സ്. ഓക്കെ, ഗോൾജി കോംപ്ലക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ടാണ് കാണുന്നതാണ് എന്ത്, ഈ ഗോൾജി കോംപ്ലക്സ്. ഗ്രന്ഥി കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ കരൾ, പാൻക്രിയാസ്, അങ്ങനത്തെ ഗ്രന്ഥി കോശങ്ങൾ, അവയിൽ കൂടുതലായി കാണുന്നതാണ് ആര്, ഗോൾജി കോംപ്ലക്സ്. പിന്നെ അതുകൂടാതെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? രാസാഗ്നികൾ, ഹോർമോണുകൾ. രാസാഗ്നികൾ എന്ന് പറഞ്ഞാൽ എൻസൈമുകളാണ്. നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പേരുകൾ വഴിയേ വലിയ ക്ലാസ്സിൽ. ഇപ്പോൾ ഓർക്കുക, രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസരം എന്ന് വെച്ചാൽ അറിയാം, നമ്മൾ മൂക്കിൽ നിന്ന് പുറത്തോട്ട് വരില്ല നമ്മൾ ചീറ്റുമ്പോൾ, തുടങ്ങിയ ചെറു സ്ഥര സഞ്ചികളിലാക്കുന്ന ആരാണ്, ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പോൾ ചുളിവുകളുള്ള പോലെ ഇരിക്കുന്ന ഭാഗമാണ് ഗോൾജി കോംപ്ലക്സ്. അടുത്തത് വേറൊന്നാണ്, അതായത് കാണുന്നുണ്ട് നിങ്ങൾ, മൈറ്റോകോൺട്രിയ എന്ന് പറയും അല്ലേ. മൈറ്റോകോൺട്രിയ പ്രത്യേകത എന്താണ്? മൈറ്റോകോൺട്രിയ നമ്മൾ ഊർജ്ജ നിലയം എന്നാണ് പറയുക. നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം സൂക്ഷിച്ചു വെക്കുന്ന ആളാണ് ആര്, മൈറ്റോകോൺട്രിയ. കരൾ, തലച്ചോറ്, പേശികളൊക്കെ കൂടുതൽ എനർജി വേണം, കാരണം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് തലച്ചോറിനൊക്കെ. അപ്പോൾ അവിടെയൊക്കെ കൂടുതലായി കാണുന്ന ആളാണ് ആര്, മൈറ്റോകോൺട്രിയ. പിന്നെ അടുത്തത് ഇതുപോലെ ചെറിയ അടുക്കടുക്ക് പോലെ കാണുന്ന ഭാഗമാണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇതിനെ പറയുന്നത് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നാണ്. റോഡിൽ നമ്മളെന്താ റോഡ് യൂസ് ചെയ്യണേ, നമുക്കെന്താ വഴി കൊണ്ട് എന്താ കാര്യം, സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് എന്ത്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നു. കോശത്തിന് ആകൃതി നൽകുന്നതും കോശത്തിൻ്റെ ഉള്ളിൽ ആകൃതി പോലെ ബലത്തിൽ നിൽക്കുന്ന ഒരാളാണ് ആര്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതുകൊണ്ട് അതിനെ കോശാസ്ഥികുടം എന്നും പറയാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഫേനം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു പടം തന്നിട്ട് അതിന് ഓരോന്ന് പെറുക്കി എഴുതാനാണ് ചോദിക്കുക. അപ്പോൾ നല്ലോണം ഓർത്ത് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തത് കണ്ടോ, ബലൂൺ പോലെ ഇരിക്കുന്ന രണ്ട് കുഞ്ഞു ബലൂണുകൾ ചേർന്നിരിക്കുന്ന പോലത്തെ ഭാഗം, അതിനെ പറഞ്ഞ പേരാണ് റൈബോസോം. രണ്ട് ഭാഗങ്ങളുണ്ട് കണ്ടോ, ഓറഞ്ച് കളറും വയലറ്റ് കളറിലും പോലത്തെ ചെറിയ രണ്ട് ബോളുകൾ പോലത്തെ പോർഷൻ, അതിനെ പറഞ്ഞ പേരാണ് റൈബോസോം. റൈബോസോമിന് പ്രത്യേകതയുണ്ട്, മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. മാംസ്യം ഉണ്ടാക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ റൈബോസോം എന്ന് പറയാം. എൻഡോപ്ലാസ്റ്റിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കുന്ന വിധത്തിലൊക്കെയാണ് റൈബോസോം കാണപ്പെടുക. അപ്പോൾ ഓർക്കുക, മെയിനായിട്ട് എത്ര ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു, 5 ഭാഗങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾ മെയിനാളെ പറഞ്ഞില്ല. മെയിനാൾ ആരാണ്? മർമ്മമാണ്, ന്യൂക്ലിയസ്. അതാണ് നമുക്കിനി പറയാം. ഇവിടെ പറയുന്ന വേറൊരു കാര്യം, നമ്മുടെ വളർച്ചയുടെ ഓരോരോ പടവുകളാണ്. ഇതൊരു പുതിയൊരു ഭാഗമാണ്. ഇത്ര ആറ് ഓർത്താൽ മതി. നമുക്ക് പണ്ടത്തെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കാണാൻ പറ്റുന്ന, വലുതാക്കാൻ പറ്റുന്ന അളവിനൊരു പരിധി ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ചെറിയ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. കോശമാണെങ്കിൽ തന്നെ കോശത്തിൻ്റെ ഉള്ളിലെന്താ, അതിൻ്റെ ഉള്ളിലെന്താ എന്നൊന്നും കാണണമെങ്കിൽ ഭയങ്കരമായിട്ട് വലുതാക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയ ടൈപ്പ് മൈക്രോസ്കോപ്പുകളാണ്. ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് എന്നാണ് അവരെ പറയുക, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളിതാ ഈ കാണുന്നത് ഏറ്റവും ആദ്യം ഉപയോഗിച്ച കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. 1595 അത് കഴിഞ്ഞിട്ട് ലീൻഹോക്ക് പുതിയൊരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി, ചിരവ പോലെ ഇരിക്കുന്നത് കണ്ടോ, ചിരവ പോലെ ഇരിക്കുന്നത് 1600 പിന്നെ ഹൂക്കി അതിലും കുറച്ചുകൂടി പവറുള്ള മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി. പിന്നെ ലെൻസ് മാറ്റാൻ പറ്റുന്ന മൈക്രോസ്കോപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന മോഡേൺ ലൈറ്റ് മൈക്രോസ്കോപ്പ്, അത് നമ്മുടെ സ്കൂളിലൊക്കെ കാണുന്ന മൈക്രോസ്കോപ്പാണ് ഇത്, ഈ മോഡേൺ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഭയങ്കര പൊടിയായിട്ടുള്ള വൈറസിൻ്റെയൊക്കെ പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വലുതായിട്ട്
കാണാൻ പറ്റും. പേരൊന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മാഗ്നിഫിക്കേഷൻ പവർ എന്നൊക്കെയാണ് പറയുക. അത് ഏതാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഈ നമുക്ക് അടുത്ത ആളാണ് മർമ്മം. അതായത് ഇപ്പം നമ്മൾ കാണുന്നത് ഒരു വലിയൊരു കോശത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു മർമ്മത്തിന്, അത് മൊത്തം മർമ്മമാണ്, മുറിച്ചൊരു ഭാഗം പോലെയാണ് കാണുന്നത്. മർമ്മത്തിൻ്റെ ഉള്ളിലും പിന്നെ ഗോളാകൃതിയിലുള്ളൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കോശത്തിനുള്ളിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കോശത്തിനുള്ളിലുണ്ട് അല്ലേ. പുതിയ കോശങ്ങൾ ഉണ്ടാക്കണം, അതുപോലെ കോശത്തിലേക്ക് ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകണം, എനർജി ഉണ്ടാക്കണം, ഊർജ്ജങ്ങൾ സംഭരിക്കണം, അതെല്ലാം ചെയ്യണമല്ലോ. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കോശത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന വിവിധ മാംസ തന്മാത്രകളാണ്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. കേട്ടോ നിങ്ങൾ, ജീനുകൾ, DNA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം എവിടെയാണുള്ളത്? മർമ്മത്തിലാണ്. എങ്ങനെ? കോശത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഒക്കെ ആരാണ്? മാംസ തന്മാത്രകൾക്കാണ്. അവയുടെ നിർമ്മാണം നടത്തുന്നത് ആരാണ്? മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളാണ്. അതുകൊണ്ട് നമ്മൾ കോശത്തിന് എന്തു പറയും? കോശത്തിലെ മർമ്മത്തിനെ നമ്മൾ എന്തു പറയും? നിയന്ത്രണ കേന്ദ്രം എന്ന് പറയും. എന്തിനാ നിയന്ത്രണ കേന്ദ്രം? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം ആരാണ്? തലച്ചോറാണ്. അതുപോലെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ആര്? മർമ്മം എന്ന് പറയുന്നത്. ഇനി ഈ മർമ്മം നമ്മൾ നോക്കിയാൽ മർമ്മത്തിൻ്റെ ഉള്ളിൽ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. പ്രധാനമായിട്ടും നമുക്ക് 5 ഭാഗങ്ങളാണ്. ഒന്ന് മർമ്മകമാണ്. മർമ്മകം എന്ന് പറഞ്ഞാൽ ഈ മർമ്മത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ഗോളാകൃതിയിലുള്ള ഭാഗം. നിങ്ങൾ ഇതിന് മുമ്പത്തെ പടത്തിൽ കണ്ടില്ലേ? ഈ കാണുന്ന ഭാഗം, അതായത് ഈ വട്ടത്തിൽ എന്താ പറയുക, ബോൾ പോലെ കണ്ടോ മർമ്മത്തിൻ്റെ ഉള്ളിൽ? ഞാൻ ഈ കറക്കുന്നത്, അതിനെയാണ് നമ്മൾ മർമ്മകം എന്ന് പറയാം. മർമ്മകത്തിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് ഇവരാണ് റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. റൈബോസോം എന്താണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മാംസം നിർമ്മിക്കുന്നവരല്ലേ. ഇനി അതുകൂടാതെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു സംഭവമാണ് മർമ്മദ്രവ്യം. ഇത് ദ്രാവക രൂപത്തിലാണ്. ഇതിനകത്ത് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മർമ്മദ്രവ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? മർമ്മകം ഉള്ളത്. ഇനി മർമ്മത്തിനൊരു സ്ഥലമുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് മർമ്മസ്ഥരം. 2 പാളിയുണ്ട് അതിന്. എത്ര പാളിയുണ്ട്? 2 പാളിയുണ്ട്. പിന്നെ ഉള്ളത് ക്രൊമാറ്റിൻ ജാലികയാണ്. വലക്കണ്ണികൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ജീനുകളുള്ളത്. പിന്നെ ഉള്ളത് മർമ്മരന്ധ്രമാണ്. മർമ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹോളുകളാണ്. എവിടെയുള്ളത്? ഈ മർമ്മസ്ഥലത്തിലുള്ളത്. ഓക്കെ, ദെൻ നമുക്കിനി ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നോക്കാം. നമുക്കിതൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു പട്ടികയുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടെക്സ്റ്റിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓരോന്നോരോ നോക്കിയാലോ നമുക്ക്? നമ്മളിവിടെ ഭാഗം എഴുതണം, അതിൻ്റെ സവിശേഷത എഴുതണം. മൊത്തം 5 ഭാഗങ്ങളാണ് ഉള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മർമ്മകമാണ്. മർമ്മകത്തിന് എന്താണ് ആകൃതി? ഇതായി കാണുന്നതാണ് മർമ്മകം. എന്താണ് ആകൃതി? ഗോളാകൃതിയാണ് മർമ്മകത്തിന്. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ മർമ്മമാണ്, അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഗോളാകൃതി കാണാം. ഇത് ന്യൂക്ലിയസ്, മർമ്മം, അതിൻ്റെ കേന്ദ്രഭാഗമാണ്. അതെന്താകൃതിയാണ്? ഗോളാകൃതിയാണ്. പിന്നെ ഉള്ളത് മർമ്മരന്ധ്രമാണ്. ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? എവിടെ? മർമ്മസ്ഥലത്തിൽ. ഇതുപോലെ കാണും. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ അകത്തോട്ടൊക്കെ കൊണ്ടുപോകണം നമുക്ക്. അതിനെ പറയുന്നതാണ് മർമ്മരന്ധ്രം. അതെന്താണ്? സുഷിരങ്ങളാണ്. പിന്നെയുള്ളത് മർമ്മദ്രവ്യമാണ്. മർമ്മത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ദ്രാവക ഭാഗമാണ് ആര്? മർമ്മദ്രവ്യം. ഈ കാണുന്ന പച്ചക്കളറിൽ കാണുന്ന, ലൈറ്റ് പച്ചക്കളറിൽ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മർമ്മദ്രവ്യം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മർമ്മസ്ഥരമാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് മർമ്മസ്ഥരം. ഈ യെല്ലോ കളറിൽ ലഡു അടിക്കുന്ന പോലെ കാണുന്നുണ്ടോ മേലെയും താഴെ? ഇതാണ് മർമ്മസ്ഥരം. അപ്പോൾ നോക്കുക, ഇത് 2 ലെയർ ഉണ്ട്. ഇവിടെ ഒരു ലെയർ, ഇവിടെ ഒരു ലെയർ. ഈ ഭാഗം ഇതെന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. എന്താണ്? അതാണ് മർമ്മരന്ധ്രം. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ സെല്ലിനകത്തോട്ടും പുറത്തോട്ടും, സെല്ലിന് വെച്ചാൽ കോശം, അകത്തോട്ടും പുറത്തോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇതെന്താണ്? മർമ്മരന്ധ്രം. ഇതെന്താണ്? മർമ്മസ്ഥരം. ഇനി നമുക്ക് ഒരാളും കൂടിയുണ്ട്. അതാരാണ്? ക്രൊമാറ്റിൻ ജാലികയാണ്. ഇതുപോലെ നിങ്ങൾ കാണുന്ന ക്രൊമാറ്റിൻ ജാലികയാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുനുകുനുകുനു പോലെ കുറേ വലക്കണികൾ പോലെ ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ ജാലിക. അതിനകത്താണ് എന്തുള്ളത്? ജീനുള്ളത്. ഓർത്ത് വെക്കുക, ക്രൊമാറ്റിൻ ജാലികയുടെ അകത്താണ് എന്തുള്ളത്? ജീനുകളുള്ളത്. ഇപ്പം ഇത് മർമ്മമാണ്. അതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ മനുഷ്യ കോശമാണ്. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ആണിത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ വല പോലെ കാണുന്ന ഈ ഭാഗത്തിനാണ് നമ്മളെന്ത് പറയുക? ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയാം. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 പേരുകളാണ്. ഒന്ന് പ്രോകാരിയോട്ടുകളും ഒന്ന് യൂകാരിയോട്ടുകളും. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് പ്രോകാരിയോട്ടുകൾ, എന്താണ് യൂകാരിയോട്ടുകൾ? പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ മർമ്മം ഇല്ലാത്ത ജീവികളാണ്. എന്തൊക്കെയാണ്? ബാക്ടീരിയ,
സൈനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയ കോശങ്ങൾക്ക് മർമ്മം ഉണ്ടാവില്ല. ഇങ്ങനെ മർമ്മമില്ലാത്തവരെ പറഞ്ഞ പേരാണ് പ്രോകാരിയോട്ടുകൾ. മർമ്മം ഇല്ല, പ്രോ എന്ന് പറഞ്ഞാൽ ഇല്ല, മുൻപ് എന്നൊക്കെ അർത്ഥം, മർമ്മമില്ലാത്ത ആൾക്കാർ. പിന്നെ മർമ്മം ഉള്ളവരുണ്ട്, അതായത് നമ്മുടെ സെല്ലുകൾ, നമ്മുടെ കോശരീരത്തിലെ സെല്ലുകൾ. അതൊക്കെയാണ് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. ഇവിടെ എല്ലാത്തരം കോശത്തിൽ സ്ഥലത്താൽ ആവരണപ്പെട്ടുള്ള വ്യക്തമായ മർമ്മങ്ങളുണ്ട്. അങ്ങനത്തെ പറഞ്ഞ പേരാണ് യൂക്കാരിയോട്ടുകൾ. യു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് എന്നാണ്, നമുക്ക് നോക്കാതെ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ പ്രത്യേകത എന്താണ്? ഇവർക്ക് മർമ്മമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ പറഞ്ഞ പേരാണ് എന്ത്? പ്രോകാരിയോട്ടുകൾ. ഓർക്കുക, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയവയ്ക്കൊന്നും എന്തില്ല? മർമ്മമില്ല. അവയെ പറഞ്ഞ പേരാണ് പ്രോകാരിയോട്ടുകൾ. ഇനി ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. ഈ കാണുന്ന പ്രോകാരിയോട്ടുകളാണ്, ഈ കാണുന്ന യൂക്കാരിയോട്ടുകളാണ്. ഓർക്കുക, പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ, മുൻപ് എന്നാണ്. മർമ്മത്തിന് മുമ്പ്, അത് മർമ്മമില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ആർക്കിയ, ബാക്ടീരിയ, അതൊക്കെയാണ് എക്സാമ്പിൾ. ആർക്കിയയും ബാക്ടീരിയ ഒക്കെ. യൂക്കാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ യു മീൻസ് ശരി എന്നാണ്, ട്രൂ, ഉള്ളവർ. എന്തുള്ളവർ? ന്യൂക്ലിയസ് ഉള്ളവർ. കാരിയോ എന്ന് പറഞ്ഞ അർത്ഥം ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസ് ഉള്ളവരാണ് യൂക്കാരിയോട്സ്. ആരൊക്കെയാണ്? ഫംഗസ്, പൂപ്പൽ, മൃഗങ്ങൾ, അനിമൽസ്, പ്ലാന്റ്സ്, ചെടികൾ, പിന്നെ പ്രോട്ടിസ്റ്റുകൾ. അപ്പോൾ അവരെല്ലാവരും പ്രോട്ടോസോവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവർക്കൊക്കെ എന്തുണ്ട്? മർമ്മമുണ്ട്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഈ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്, അതിനകത്താണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ. അത് നമ്മളിടുന്ന അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എല്ലാം കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.